ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ താരോദയം നമുക്കറിയാം. തമിഴ് രാഷ്ട്രീയവും സിനിമയും ഇണപിരിയാൻ കഴിയാത്ത അത്രയും ബന്ധമുള്ളവയാണ്. സിനിമാ നടന്മാരോടുള്ള ആരാധന അത് രാഷ്ട്രീയത്തിലേക്കും പ്രതിഫലിക്കുന്നതാണ്. MGR, ജയലളിത, കരുണാനിധി എന്നിങ്ങനെ ഒട്ടനവധി താരോദയങ്ങൾ രാഷ്ട്രീയ കളത്തിൽ ഇറങ്ങി അംഗം നടത്തി പോരാടിയവരാണ്. ആ ലിസ്റ്റിലേക്ക് കടന്നു വരുന്ന വിജയും തമിഴ് രാഷ്ട്രീയത്തിനൊരു നിർണായക ഘടകമാവുകയാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം മുതൽ തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് വിജയ് ആർക്ക് കൈകൊടുക്കും എന്നതാണ്. കോൺഗ്രസിനോ അതോ BJPക്കോ? ആ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് രാഹുൽ ഗാന്ധിയെ തന്റെ ആദ്യ പാർട്ടി സമ്മേളനത്തിന് ക്ഷണിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് വിജയ് തരുന്നത്. ഇതോടെ 3G ആയ മറ്റൊരു കൂട്ടരുണ്ട്, മോദി സർക്കാരിന്റെ BJP. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുൻപ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ വിജയ്ക്ക് തങ്ങളുടെ പാർട്ടിയിലേക്ക് ലയിക്കാമെന്നൊരു ഓഫർ വെച്ചിരുന്നു. ഈ ഓഫർ വിജയ് നിരസിക്കുമോ ഉൾക്കൊള്ളുമോ എന്ന് ഉറ്റുനോക്കുന്ന നേരത്താണ് രാഹുൽ ഗാന്ധിക്ക് ഒരു കോള് പോയത്. ഇനി പ്രത്യേകം വ്യക്തമാക്കേണ്ടതില്ലല്ലോ, വിജയ് BJPയെ പൂർണ്ണമായും തഴഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കൊപ്പം കൂടാൻ എനിക്ക് താല്പര്യമില്ല എന്നറിയിച്ചിരിക്കുന്നു. വിജയിലൂടെ തമിഴ്നാട്ടിൽ നുഴഞ്ഞു കയറുവാനുള്ള BJPയുടെ കപട ശ്രമം അപ്പാടെ ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, രേവന്ത് റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. 2009 രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന പ്രചാരണം സജീവമായിരുന്നു. ആരാധകരുടെ പിന്തുണയുടെ കരുത്തിൽ പാർട്ടി തുടങ്ങാൻ രാഹുൽ എന്ന് ഉപദേശിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അവിടെയും BJPയുടെ ഒരു പറച്ചിലോ വിളിയോ വിജയ് നൽകിയിട്ടില്ല. ഇതിൽ നിന്നും വിജയ് എന്തായാലും വർഗീയ രാഷ്ട്രീയത്തിന് ഒപ്പമില്ല എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ്. അണ്ണാമലയുടെ ആ വിളിയെ വിജയ് കേട്ടില്ല. നിശ്ചിത സമയത്തെല്ലാം കേന്ദ്രത്തെ വിമർശിക്കുന്ന ആളാണ് വിജയ്. നീറ്റ് വിഷയം മുതൽ അതങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ ഈ വിളി വിജയ് കേൾക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ്. ഓഗസ്റ്റ് 22-നായിരുന്നു വിജയ് തന്റെ പാർട്ടി കൊടി ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ചുവപ്പ്, മഞ്ഞ നിറങ്ങളും 2 ആനകളുടെ ചിത്രവും അടങ്ങുന്നതായിരുന്നു പതാക. ഈ BJP ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട്, തമിഴ് വെട്രി കഴകത്തിന്റെ ഗാനം. അത് മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രമേയങ്ങൾക്ക് ഊന്നൽ നൽകിയതായിരുന്നു. അത് കേൾക്കുമ്പോഴെങ്കിലും വർഗീയ ചോര മണക്കുന്ന നിങ്ങൾക്ക് ഊഹിക്കാമായിരുന്നു എത്ര വഴിവെട്ടിയിട്ടും കാര്യമില്ല, വിജയ് ഈ വഴിക്ക് വരില്ല എന്ന്. അങ്ങനെ BJP തമിഴ്നാട്ടിലേക്ക് നുഴഞ്ഞു കയറാൻ കണ്ടെത്തിയ ആ മാർഗവും സിമന്റ് വെച്ച് വിജയ് അടച്ചു കളഞ്ഞു.